നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ BJPയിലേക്ക് എത്തും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഈ വിഷയത്തിൽ നിരവധി ഊഹാപോഹങ്ങൾ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വാദിക്കുന്നവരാണ് അധികവും. എന്നാൽ ഇപ്പോഴിതാ അച്ചു ഉമ്മൻ BJPയിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് PC ജോർജ്. അച്ചു ബുദ്ധിയുള്ള കുട്ടിയാണ് എന്നും അതുകൊണ്ട് തന്നെ അവർ BJPയിലേക്ക് എത്തുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട എന്നും PC പറഞ്ഞു. കോൺഗ്രസ് ഒരു തകർന്ന കൊട്ടാരമാണ് എന്നും അതിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ BJPയിലേക്ക് എത്തും. കാരണം വഞ്ചനയും കളിച്ചലും ഇല്ലാതെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ മോദി അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിക്കാണ് വില. സ്വാഭാവിക എല്ലാ മനുഷ്യൻ BJPയോടൊപ്പം ചേരും, സംശയിച്ചൊരു കാര്യമില്ല. കോൺഗ്രസ് ഒരു തകർന്ന കൊട്ടാരം, അങ്ങനെ തുടരുന്നതിന് അർത്ഥമില്ലാന്ന് വിവരമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് അച്ചുമ്മ നല്ല വിവരം ഉണ്ടെന്ന് അർത്ഥം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പത്മജ ഇന്നലെ മോദിയുടെ വേദിയിൽ പറഞ്ഞു, ഈ മുരളീധരന് പരവതാനി വിരിച്ചിട്ടാണ് BJPയിലേക്കുള്ള പരവതാനി വിരിച്ചിട്ടാണ് താൻ BJPയിലേക്ക് എത്തിയതെന്ന്. അത്തരം ഒരു സാധ്യതകൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. പത്മജ വെറുതെ പറഞ്ഞതല്ല. പത്മജ പറഞ്ഞത് സ്വാഭാവികമായി മുരളീധരൻ ചെറുതാറിന്റെ മകനാണ്, നല്ല മനുഷ്യനാണ്, അങ്ങനെ BJPയിലേക്ക് വരുന്നെങ്കിൽ നന്നായി എന്നുള്ള അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തുന്നത്. അതായത് അതിന് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്നാ എന്റെ അഭിപ്രായം. ഒരു ചോദ്യം കൂടി, ഈ സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പരിഗണന ലഭിക്കുന്നതിന് അത് എത്ര വലിയ നേതാവിന്റെ മക്കളാണെങ്കിലും പെണ്ണായാൽ തീർന്നു, ഇതാണ് പത്മജ പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പരിചയമുള്ള ഒരു നേതാവെന്ന നിലയിൽ PC ജോർജിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പരിഗണന ഇല്ല, അവരെ മാറ്റി നിർത്തുകയാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പരിഗണനയുണ്ട്, അത് നല്ല ഒളിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് പ്രശ്നം. അതാണ് ഈ പത്മജയ്ക്കുള്ളവർ വിടാൻ കാരണം. കോൺഗ്രസ് സ്ത്രീകൾക്ക് ഉണ്ടെന്ന് പറയും, പക്ഷെ മാന്യമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ സാധില്ല. അത് പത്മജ വളരെ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ ഈ കൂട്ട് പറയണ്ടല്ലോ. അപ്പൊ ഈ അച്ചൂമൻ BJPയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മുരളീധരനും അച്ചൂമനും എനിക്കറിയില്ല. അവർ വന്നാൽ വളരെ സ്വാഗതം, നല്ല കാര്യം, അത്രോ. അല്ലാതെ ഞാൻ അതിന്റെ ഏജൻസി അല്ല. വന്നാൽ നല്ലതാണ്.